ആദ്യം തന്നെ കാട്ടാൾ എന്ന സിനിമയുടെ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഈ സിനിമയിൽ എൻ ക്രെഡിറ്റ്സ് ഉണ്ട്, 3 എൻ ക്രെഡിറ്റ്സ് ഉണ്ട്. അതിനകത്ത് 2 ടൈറ്റിൽ കാർഡ് കഴിഞ്ഞതിന് ശേഷവും ഒരെണ്ണം പടം കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷവും. ഞാനിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം കണ്ട് നിങ്ങൾ എന്തായാലും ക്ഷീണിക്കും. അപ്പോൾ അവർക്കുള്ള എനർജി ബൂസ്റ്ററാണ് ഈ സിനിമയുടെ അവസാനത്തെ എൻ ക്രെഡിറ്റ്സ്. അവിടെയെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ലാണ്ട് ഈ സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ ഈ പടം 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂർ ആകെ ഒരു 15-20% മാത്രം നമുക്ക് എൻജോയ് ചെയ്യാനും വിസിലടിക്കാനുള്ള നേരമുള്ളൂ. അതല്ലാണ്ട് ഈ സിനിമേനെ മൊത്തത്തിൽ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്താനുള്ള ഒരു റീസണാണ് രവി ബസ്റൂറിന്റെ മ്യൂസിക്. പക്ഷെ രവി ബസ്റൂർ മ്യൂസിക് പോലും ഇടയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അത്രയും ഓവർ യൂസ്ഡ്, ഭയങ്കര ലൗഡായിരുന്നു. എല്ലായിടത്തും ഇതിന് കുത്തിക്കീരുണ്ട് മ്യൂസിക്. പക്ഷെ എന്നാലും അതൊരു സെയിം ഫാക്ടർ തന്നെയായിട്ട് കണക്കാക്കാം. ഈ സിനിമയുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറിന് ശേഷം ഈ പടത്തിൻ്റെ ഒരു 2 ഡയലോഗ് ഉണ്ടാവും, 2-3 ഡയലോഗ് ഉണ്ടാവും. അതിനുശേഷം ഒരു അന്തം കുന്തില്ലാത്തൊരു ആക്ഷൻ. പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് 2-3 ഡയലോഗ് ഉണ്ടാവും. പിന്നെ വീണ്ടും ഒരു അന്തം കുന്തില്ലാത്തൊരു ആക്ഷൻ. അങ്ങനെയാണ് ഈ സിനിമയുടെ സ്ട്രക്ചർ. ഒരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ ഇല്ലാത്ത, ഒരു പ്രോപ്പർ ഡിസൈൻ ഇല്ലാത്ത, ആക്ഷൻ പോലും മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു ആക്ഷൻ പടമായിട്ടാണ് ഞാൻ കാട്ടാള എന്ന സിനിമേനെ വിവരിക്കുക. ആക്ഷൻ എല്ലാം ഒറിജിനലാണ്, പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും കുത്തിക്കയറ്റി അതിന് ആക്ഷൻ പടം എന്നൊക്കെ പറയാൻ പറ്റൂ? ഏതൊരു സിനിമയാണെങ്കിലും ആക്ഷൻ പടം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ഇമോഷണൽ കണക്റ്റ്, ഒരു സോള്, അതെല്ലാം വേണം. ഒന്നും ഇതിനകത്തിലെല്ലാം കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. ആക്ഷൻ സീക്വൻസിൽ പോലും പഞ്ചില്ല. ആകെ പഞ്ച് തോന്നിയത് ഇതിനകത്ത് ഇന്റർവെൽ തൊട്ട് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന സീക്വൻസ് ഉണ്ട്. അത് അത്യാവശ്യം കിടിലൻ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്റർവെല്ലിന് ശേഷം ജഗദീഷിന്റെ ഒരു സീനും ക്ലൈമാക്സും വലിയ കുഴപ്പമുണ്ടായില്ല, തിരക്കേടില്ല എന്ന് തന്നെ പറയാം. അതല്ലാണ്ട് മൊത്തം സിനിമ ഇങ്ങനെ ഊഹയാണ്. അത്രയും മോശം ക്യാരക്ടറൈസേഷനും അത്രയും മോശം റൈറ്റിങ്ങും. ഈ സിനിമയെ ഞാൻ എങ്ങനെ വിലയിരുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ, ബിലോ ആവറേജും അതേപോലെ അപരാധത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ സിനിമയെ കൊണ്ട് ഇങ്ങനെ വെക്കും. പിന്നെ ലോജിക്ക് നോക്കി പോകാനാണെങ്കിൽ അതിനും കുറേ സാധനങ്ങൾ കിട്ടും. നല്ല രീതിയിൽ ട്രോള് ചെയ്യാനും കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഇങ്ങനെയുള്ള ഏറ്റവും വലിയ കാരണം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ പോൾ ജോർജാണ്. പിന്നെ റൈറ്റേഴ്സ് പോൾ ജോർജും ജോബി വർഗീസും ജിറോ ജേക്കും പിന്നെ ഡയലോഗ്സ് ബൈ ഉണ്ണിയാറും. ഇവരൊക്കെയാണ് ഇത് ഏറ്റവും വലിയ കുറ്റക്കാർ. ഇവർ ഈ ഒരു സ്റ്റേജ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡയലോഗ്സിനെ പറ്റി പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ക്രിഞ്ചുള്ള കുറേ സാധനങ്ങളുണ്ട്. എലിവേഷൻ സീൻസിൽ പോലും ആ ഡയലോഗ് ഒന്നും ഒട്ടും ശരിയായില്ല. പിന്നെ നമ്മുടെ പെപ്പയ്ക്ക് ആകെ 5 ഡയലോഗ് കണ്ടുള്ളൂ, 5-6 ഡയലോഗ് ഉള്ളൂ സിനിമ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. എനിക്കൊന്ന് സിസു എന്ന പടത്തിനെ പോലെ ആക്കാൻ നോക്കിയതായിരിക്കും, പക്ഷെ അതിന്റെ ഒരു 7 അയലത്ത് എത്തിയിട്ടില്ല. അപ്പോഴേ ഡയലോഗ്സും ശോകമായിരുന്നു. അതേപോലെ പെപ്പ പറഞ്ഞ രീതിയും പോലും ഭയങ്കര വീക്കായിട്ടായിരുന്നു. ഞാൻ പെപ്പയുടെ ഇത്രയും മോശം അഭിനയം ഞാൻ കുറേ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് പേഴ്സണൽ തോന്നിയത്. ഒരു വടിയെടുത്ത് നമ്മളിങ്ങനെ വന്ന് വെക്കൂലേ, എന്നിട്ട് അഭിനയിക്കാൻ പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പെർഫോമൻസ്. ആകെ ആക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് അനങ്ങുണ്ട്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നേരം മുഖത്തൊരു ഭാവവും ഇല്ല. എക്സ്പ്രഷൻ എപ്പോഴും ഇങ്ങനെ ഒരു കണ്ണ് വെച്ച സാധനമുണ്ട്. മാസമാണോ എന്താന്ന് മനസ്സിലാവുള്ള. എന്തുകൊണ്ട് പെപ്പ ഇത്രയും മോശമായിട്ട് ഇത്രയും വലിയൊരു സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്ക് മനസ്സിലാവുള്ള. എനിക്ക് തോന്നുന്നു ഡയറക്ടർ ചിലപ്പോൾ കഥ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും ക്യാരക്ടറിന്റെ ഭയങ്കര നന്നായിട്ട് വിവരിക്കാത്തതുകൊണ്ടായിരിക്കും പെപ്പ കൺഫ്യൂസ്ഡ് ആയിട്ട് അഭിനയിച്ചത്. പക്ഷെ എന്ത് വന്നാലും ഭയങ്കര മോശം അഭിനയം തന്നെയാണ് പെപ്പയുടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ നന്നായിട്ട് സുനിൽ അഭിനയിച്ചിട്ടുണ്ട്. സുനിലാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്. സുനിലാണ് ഈ പടത്തിന്റെ മെയിൻ വില്ലൻ വേഷം ചെയ്തത്. സുനിൽ കിടിലായിരുന്നു. പിന്നെ കബീർ ദുഹാൻ, നമ്മളെ മാർക്കോല് നമ്മളെ നന്നായിട്ട് പേടിപ്പിച്ച് വെറുപ്പിച്ച കബീർ ദുഹാൻ അതിനകത്ത് തരക്കേടില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദീഖ്, ആൻസൺ പോൾ, ജഗദീഷ് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ തുഷാര ഞാൻ ഇതിലും കിടലാൻ ഒരു സംഭവമാണ് പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ ഡയറക്ഷനും ഇതിന്റെ എല്ലാം സ്ക്രീൻ പ്ലേ ഒക്കെ ഇങ്ങനത്തെ ഒരു വഴിയായതുകൊണ്ട് തുഷാരയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായില്ല. പിന്നെ ഇതിന്റെ സെറ്റ് ഡിസൈൻ, ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, കൊടുത്ത പൈസ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. സ്ക്രീനിലുണ്ട്, എല്ലാം ക്വാളിറ്റി വാല്യൂ എല്ലാം അതിനകത്തുണ്ട്. പക്ഷെ നമുക്കൊന്നും തോന്നില്ല എന്നുള്ളൂ. ഏതായാലും ഓവറോൾ ഈ സിനിമ എനിക്ക് പേഴ്സണൽ ഒരു ഡിസപ്പോയിൻമെന്റ് തന്നെയാണ്. സ്റ്റൈലുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു കുന്തം ഇല്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ എൻ ക്രെഡിറ്റ്സ് അതിലൊരു എൻ ക്രെഡിറ്റ്സ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ സിനിമയുടെ അവസ്ഥ എങ്ങനെയായതുകൊണ്ട്. പക്ഷെ മറ്റ് എൻ ക്രെഡിറ്റ്സ് നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് എന്തായാലും വരട്ടെ.